ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാവേ. ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഇത്. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് അതിനാവശ്യമായ പൊടികൾ എടുക്കുകയാണ്. മുളക് പൊടി 2 സ്പൂൺ, മസാലപ്പൊടി 2 സ്പൂൺ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടി ഇട്ട് ചിക്കൻ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഞാൻ ഉപ്പിൻ്റെ കാര്യം എപ്പോഴും മിസ്സാകാറുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ നേരത്തേന് ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ആക്കിയെടുക്കാം. നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കണേ. ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് ആ പാനിലേക്ക് തന്നെയാണ് അതിനുള്ള ഗ്രേവി റെഡിയാക്കുന്നത്. ആദ്യം 3 വറ്റൽമുളക് ഇടുക. പിന്നെ അതിനുശേഷം കുറച്ച് ചുവന്നുള്ളി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണേ. അതിനുശേഷം സവോള ചേർത്ത് കൊടുക്കുന്നത്. സവോള ഞാൻ നല്ല കൊത്തി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ നമ്മൾ സാധാ ചിക്കൻ കറിക്ക് അരിയുന്ന പോലെയല്ല. ഈ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് സവോള കൊത്തിയാണ് അരിയേണ്ടത്. നല്ലപോലെ കൊത്തി അരിഞ്ഞ് ഞാൻ അതും ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് സവോളയുടെ ആവശ്യമില്ല. ഒരു മുഴുത്തൊരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൊത്തി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണേ. ഇനി അതിലേക്ക് ഒരു അല്പം തേങ്ങാക്കൊത്ത്, ഒരു കുറച്ച് തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് കരിയാപ്പില ഊരിയിടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണേ. നല്ലപോലെ വഴറ്റി ഏതാണ്ട് ഈ പരുവാകുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി 2 സ്പൂണ്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ചീരപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതുപോലെല്ലാം ചേർത്ത് നല്ലപോലെ പൊടിയുടെ പച്ച മണം മാറുന്ന പോലെ നല്ലപോലെ ഒന്ന് വഴറ്റി ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു അല്പം ഇതുപോലത്തെ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കൻ എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂടി ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാവേ. പിന്നെ ഇതെല്ലാ കാര്യം മീഡിയം ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യല എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അല്ല മീഡിയം ഫ്ലെയിമിലിട്ടേ ഉള്ളൂ. പൊടി ചേർക്കുമ്പോഴാണേലും സവാള വഴറ്റുന്നതാണെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണെങ്കിലും എല്ലാം മീഡിയം ഫ്ലെയിമിലേ ചെയ്യാവുള്ളേ. ഗ്രേവിയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോൾ ഒരു 3 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഊരിയിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുഴമ്പൻ രൂപത്തിലുള്ള ചിക്കൻ കൊണ്ടാട്ടം. ഇതിൻ്റെ സൈഡായിട്ട് നല്ല മോരുകാച്ചി ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.